ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്കിന്ന് കമൻറ്റിൽ എൻ്റെ ഒരാൾ തലശ്ശേരി ബിരിയാണി ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമുക്കിന്ന് തലശ്ശേരി ദം ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പു, പട്ട, പിന്നെ നമ്മളുടെ ബിരിയാണിയുടെ ബേ ലീഫും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബസ്മതി ബ്രാൻഡിൻ്റെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബ്രാൻഡ് അതാണ്. അപ്പം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരി നന്നായി ഫ്രൈ ആയാൽ മാത്രമേ നമുക്കൊരു പശപശപ്പില്ലാതെ അരി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിന് കണക്കായിട്ട് വെള്ളം ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി വേദന ഇട്ട് കൊടുത്ത് ആ ഒരു അരിക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ചേർത്തതിന് ശേഷം വിസിലിന് വിടുക. ഒരു 2 വിസിലാകുമ്പം ഓഫാക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ മസാല പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഫ്രൈഡ് ഒനിയൻസ്, അതായത് വറുത്ത ഉള്ളി ചേർക്കുന്നുണ്ട് ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം അത് ഞാൻ ആദ്യം തന്നെ വറുത്ത് മാറ്റിയെടുക്കുകയെന്ന് എണ്ണയിലേക്ക് ഉള്ളി ഇട്ടതിന് ശേഷം വഴറ്റി നല്ല ക്രിസ്പി ആകുന്നതുപോലെ ആക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് കുറച്ച് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, നമ്മളെ ബ്രസ്റ്റ് പീസും ബോൺ പീസും എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കൻ ഇതിൻ്റെ അകത്തുനിന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം നമ്മൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, ഇങ്ങനെയേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇനി ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കല്ലുപ്പിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് ചേർത്താൽ മതി. എനിക്കത് അറിയുന്നതുകൊണ്ട് ഞാൻ കല്ലുപ്പും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു മസാല നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഈ ചിക്കനിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി കുറച്ചൊന്ന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം അതും കൂടി ഒഴിച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് അധികം തക്കാളി ആവശ്യമില്ല. എന്നാലും ഒരു മീഡിയം സൈസുള്ള 1, അല്ലെങ്കിൽ ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു 2 കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു പുളി രുചിക്ക് വേണ്ടിയിട്ട് തൈരും കൂടി 1 കപ്പ് തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ അതിൻ്റെ അത് നോക്കുമ്പം കുറച്ച് വെള്ളം ഉള്ളതുപോലെ ഉണ്ടാവും. അപ്പം ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി നല്ല മസാല രൂപത്തിലാവണം. അതിനിടയ്ക്കൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. കല്ലുപ്പാന്ന് ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ അധികം ഇടേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അധികമായിപ്പോയാൽ പിന്നെ കുറക്കാൻ പണിയാണ്. ഇനി അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഫ്രൈ ആവാൻ വെക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ആദ്യം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞു വെള്ളം മൊത്തം വറ്റണം, അതുവരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിനൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗരം മസാല വീട്ടിൽ പൊടിച്ചതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് യൂസ് ചെയ്യുന്നത്. ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബിരിയാണിയുടെ സ്മെല്ലും കൂടെ കിട്ടും. അപ്പോൾ ബിരിയാണി കുറച്ചും കൂടി ഒരു നമ്മളെ ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന പോലെ തന്നെയാവും. ഇനി അതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടി കട്ട് ചെയ്തിട്ടതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ അകത്തെ വെള്ളം എല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാവുമ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗരം മസാലയോ അല്ലെങ്കിൽ നേരത്തെ ഇട്ട ബിരിയാണി മസാലയും കൂടെ ചേർത്ത് ഒന്ന് ദമ്മിടണം. ഒരു 10 മിനിറ്റത്തേക്ക് നമ്മളിതിൽ നല്ല വൃത്തിക്ക് ഒന്ന് ദമ്മിട്ട് കൊടുക്കണം. അതാണ് നമ്മൾ ദമ്മിടുമ്പോൾ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നമുക്ക് ആ ഒരു ബിരിയാണിയിൽ കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.